മലയാളം ബിഗ് ബോസ് 7ാം സീസണിലെ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി പുറത്തായ മത്സരാർത്ഥിയാണ് മസ്താനി. ഷോയിലെ തന്റെ അനുഭവങ്ങളെക്കുറിച്ചും പുറത്തു വന്നതിനു ശേഷമുള്ള പ്രതികരണത്തെക്കുറിച്ചും മസ്താനി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസിൽ പോയത് ജീവിതത്തിൽ താൻ എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നും മസ്താനി തുറന്നടിച്ചു. പ്രശസ്തരെ അഭിമുഖം ചെയ്ത് നേടിയെടുത്ത നല്ല ഇമേജ് ബിഗ് ബോസ് ഷോയിലൂടെ നെഗറ്റീവായെന്നാണ് മസ്താനിയുടെ പ്രധാന ആരോപണം. തന്നെ ഷോയിലേക്ക് ക്ഷണിച്ചത് നല്ല ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാണെന്നും എന്നാൽ ഇപ്പോൾ എല്ലാം നശിപ്പിച്ച് കയ്യിൽ തന്നെന്നും മസ്താനി പറയുന്നു. എന്നെ വിളിച്ചു വരുത്തിയവർ എല്ലാം നശിപ്പിച്ചു. ഉമ്മ അന്ന് കരഞ്ഞു. പബ്ലിക്കിന് എന്നെ അവർ ഇട്ടുകൊടുത്തു. മസ്താനി വികാരതിനെ തന്റെ എവിക്ഷൻ എപ്പിസോഡിൽ വലിയ TPR കയറിയെന്നും കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ തോന്നിയെന്നും മസ്താനി സംശയം പ്രകടിപ്പിച്ചു. ബിഗ് ബോസ് ഒരു ഗെയിം ആണെന്നും താൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചതെന്നും മസ്താനി സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് തനിക്ക് നെഗറ്റീവ് ട്രോളുകളും കിട്ടുന്നതെന്നും മസ്താനി പറഞ്ഞു. വിമർശനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. അപ്പാനി ശരത് പുറത്തായപ്പോഴുള്ള മസ്താനിയുടെ ആഹ്ലാദ പ്രകടനം വലിയ വിവാദമായിരുന്നു. ആ സമയത്ത് താൻ അത്രയും ഓവർ ആകേണ്ടതിരുന്നില്ല എന്ന് പിന്നെ തോന്നിയെന്നും മസ്താനി പറഞ്ഞു. മലയാളികൾ ഇമോഷൻസ് വെച്ചാണ് കൂടുതൽ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഒരാൾ പുറത്തു പോകുമ്പോൾ ഇത്രയും തുള്ളിച്ചാടുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. സഹമത്സരാർത്ഥികളായ അക്ബറും അപ്പാനി ശരത്തും തനിക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചതാണ് അപ്പാനിയോടുള്ള ദേഷ്യം തോന്നാൻ കാരണമെന്നും മസ്താനി വെളിപ്പെടുത്തി. ഇവർ തന്നെ ചന്തപുര മസ്താനി എന്ന് വിളിച്ചു. അക്ബറും അപ്പാനിയും തന്നെയും ലക്ഷ്മിയെയും ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസ് എന്നും വിളിച്ചു. അപ്പാനി ശരത്ത് തന്നെ സ്ലട്ട് ഷേമിംഗ് സമാനമായ മോശം തെറികൾ വിളിച്ചു. ഇതൊന്നും ലൈവിൽ വന്നിട്ടൊന്നുമില്ല. എന്നാൽ താൻ പ്രതികരിച്ച വാക്കുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പുറത്തു വന്നു എന്നും മസ്താനി പറയുന്നു. താൻ തെറി കേട്ടിട്ടും അപ്പാനി ക്ഷമ ചോദിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അയാൾ പുറത്താകണമെന്ന് ആഗ്രഹിച്ചതെന്നും മസ്താനി കൂട്ടിച്ചേർത്തു. എന്നാൽ അപ്പാനിയുടെ ഗർഭിണിയായ ഭാര്യയെക്കുറിച്ച് താൻ പ്രതികരിച്ചത് തെറ്റായി പോയി എന്നും മസ്താനി പറയുന്നു. ഷോയുടെ എഡിറ്റിംഗിനെ കുറിച്ച് മസ്താനി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. തന്റെ ദേഷ്യവും നെഗറ്റീവുകളും മാത്രമാണ് ഷോയിൽ കൂടുതലും കാണിച്ചത്. എന്റെ നെഗറ്റീവ്സ് ആണ് 14 ദിവസത്തെ എപ്പിസോഡിലും ലൈവിലും കൂടുതൽ വന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. മത്സരാർത്ഥികൾക്ക് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും ബിഗ് ബോസ് ടീമിന് വ്യക്തമായ സ്ക്രിപ്റ്റ് ഉണ്ട്. ഏത് കണ്ടന്റ് പുറത്തു പോകണം, എങ്ങനെ വരണം എന്നൊക്കെ അവർക്കറിയാമെന്നും മസ്താനി കൂട്ടിച്ചേർത്തു. പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയാണ് ആളുകൾ ബിഗ് ബോസിൽ പോകുന്നതെന്നും അത് വെച്ച് നോക്കുമ്പോൾ താൻ പോകേണ്ടതില്ലായിരുന്നു എന്നും മസ്താനി പറയുന്നു. നേരം കെട്ട നേരത്ത് ഓരോ ബുദ്ധിമോശം തോന്നും. ഞാൻ ഒരിക്കലും പോകരുതായിരുന്നു. ഇനി തിരിച്ചു വിളിച്ചാലും പോകില്ല. ഹൗസിന്റെ വാതിൽ കടന്ന് പുറത്തു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുള്ള ദേഷ്യവും സങ്കടവും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഹൗസിൽ നടന്നതിന്റെ പേരിൽ പുറത്തു വന്ന് ഗെയിം കളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മസ്താനി നയം വ്യക്തമാക്കി. തന്റെ പക്ഷം പ്രേക്ഷകരോട് തുറന്നു പറയേണ്ടത് അത്യാവശ്യമായതിനാലാണ് ഇതെല്ലാം എന്നും മസ്താനി കൂട്ടിച്ചേർത്തു.